അല്ലാതെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കുന്ന ഒരു ക്ലൂ പറഞ്ഞു തരാം. 1729 നമ്മുടെ മാർത്താണ്ഡവർമ്മ തുടങ്ങി കൃത്യം 100 വർഷം കഴിഞ്ഞ്. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള ഹിസ്റ്ററിയിൽ തിരുവിതാംകൂർ രാജവംശം. അതിൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ നമുക്ക് അവരുടെ കാലഘട്ടത്തിൻ്റെ ഒരു ഓർഡറിൽ ഓർത്തെടുക്കാനുള്ള ഒരു കണക്റ്റിംഗ് കോഡാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. തിരുവിതാംകൂർ രാജവംശം നമ്മുടെ കേരള ഹിസ്റ്ററി സിലബസിൽ എല്ലാ എക്സാമിനും തന്നെ ചോദിക്കാറുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലഘട്ടം കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഈ രാജാക്കന്മാർ പുത്രൻ തിരുനാൾ കഴിഞ്ഞിട്ടാണോ ആയില്യം തിരുനാൾ, അതിന് മുന്നെയാണോ മൂലം തിരുനാൾ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഒന്ന് ഒഴിവാക്കി ആ രാജാക്കന്മാരുടെ കാലഘട്ടം കറക്റ്റായിട്ട് ഓർക്കാനുള്ള ഒരു കോഡുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ എങ്ങനെ നമുക്ക് ആ കോഡ് വെച്ചിട്ട് തിരുവിതാംകൂർ രാജവംശം കൃത്യമായിട്ട് ഓർത്തെടുക്കാമെന്ന്. അപ്പോൾ ആദ്യമേ ഞാൻ ഈ രാജാക്കന്മാരുടെ പേരെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു 4 ലൈൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കൂടെ പറഞ്ഞു നോക്കിക്കോട്ടോ. അനി കാറിൽ ഔട്ടിങ്ങിന് പോയി, ലക്ഷ്മി പാർവതി സ്വാതി കൂടെ പോയി, ഉത്ര അയലത്തെ വിശാഖിനെ കൂട്ടി വന്നത് മൂലം സേതു അവരെ ചീത്ത പറഞ്ഞു. നമുക്ക് ഇമാജിൻ ചെയ്ത് ഒന്ന് ഓർത്ത് വയ്ക്കാലോ. അനി ഒരാൾ, അനി കാറിൽ ഔട്ടിങ്ങിന് പോയി. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാലോ. അനി കാറിൽ ഔട്ടിങ്ങിന് പോകുന്നു. സെക്കൻഡ്, 3 പേര് കൂടെ പോകുന്നു. അവരുടെ പേര് ലക്ഷ്മി, പാർവതി, സ്വാതി. 3 ലേഡി നെയിംസ് ആകുമ്പോൾ നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ. ലക്ഷ്മി, പാർവതി, സ്വാതി കൂടെ പോയി. അപ്പോൾ ഉത്ര അയലത്തെ വിശാഖിനെ കൂട്ടി വന്നു. അവിടെ 3 പേരുണ്ട്. ഉത്ര അയലത്തെ വിശാഖിനെ കൂട്ടി വന്നു. അത് വന്നത് നമ്മുടെ സേതുവിന് ഇഷ്ടമായില്ല. അപ്പോൾ വന്നത് മൂലം സേതു അവരെ ചീത്ത പറഞ്ഞു. ഞാൻ ഇനി അണ്ടർലൈൻ ചെയ്യുന്ന വേർഡ്സ് ശ്രദ്ധിച്ചോ. അനി 1, ഓക്കെ. അനി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഏതെങ്കിലും രാജാവിൻ്റെ പേര് വന്നോ എന്ന് നിങ്ങളൊന്ന് ഓർക്കണേ. അനി. അടുത്തത് കാറിൽ. 3-മത്തത് ഔട്ടിങ്. ഈ 3 വേർഡ് മതി നമുക്ക് ആ ലൈനില്ല. ഇവിടുന്ന് ലക്ഷ്മി, പാർവതി, സ്വാതി. അടുത്തത് ഉത്ര അയലത്തെ വിശാഖ്. ഇവിടെ മൂലം സേതു ചീത്ത. ഇത്രയും ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ഒക്കെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പേരാണ്. അപ്പോൾ ഈ കോഡ് ഒന്നോടൊന്ന് ഓർക്കാം. അനി കാറിൽ ഔട്ടിങ്ങിന് പോയി, ലക്ഷ്മി, പാർവതി, സ്വാതി കൂടെ പോയി, ഉത്ര അയലത്തെ വിശാഖിനെ കൂട്ടി വന്നത് മൂലം സേതു അവരെ ചീത്ത പറഞ്ഞു. ഓക്കെ. ഇനി അനി. അനി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കാറ് എന്ന് പറയുമ്പോൾ കാർത്തിക തിരുനാളാണ്. ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ അവിട്ടം തിരുനാളിനെ ഓർക്കുക. ലക്ഷ്മി റാണി ഗൗരി ലക്ഷ്മിഭായി, പാർവതി റാണി ഗൗരി പാർവതിഭായി, സ്വാതി തിരുനാൾ, ഉത്ര ഉത്രം തിരുനാൾ, അയലത്തെ ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ, മൂലം തിരുനാൾ, സേതു ലക്ഷ്മിഭായി, ചീത്ത എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ചിത്ര തിരുനാളിനെ ഓർക്കുക. ഓക്കെ. അപ്പോൾ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തൊന്നോട് പറയാൻ പറ്റും. നോക്കൂ. അനി കാറിൽ ഔട്ടിങ്ങിന് പോയി, അനിഴം തിരുനാൾ. അത് കഴിഞ്ഞിട്ട് കാറ് വെച്ചിട്ട് കാർത്തിക തിരുനാൾ. ഔട്ടിങ് അവിട്ടം തിരുനാൾ. ആരൊക്കെ കൂടെ പോയേ? ലക്ഷ്മി, പാർവതി, സ്വാതി. ലക്ഷ്മിഭായി, പാർവതിഭായി, സ്വാതി തിരുനാൾ. ഉത്ര അയലത്തെ വിശാഖിനെ കൂട്ടി. ഉത്രം തിരുനാൾ. അയലത്തെ എന്ന് പറയുമ്പോൾ ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ. മൂലം സേതു ചീത്ത പറഞ്ഞു. മൂലം തിരുനാൾ, സേതു ലക്ഷ്മിഭായി, ചിത്ര തിരുനാൾ. ഓക്കെ. ഇനി നമുക്ക് ഇവരുടെ ഇയറും കൂടെ നോക്കാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ നിന്നാണ് തിരുവിതാംകൂർ രാജവംശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ കാർ വെച്ചിട്ട് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അടുത്തത്. ഔട്ടിംഗ് അവിടെ നമ്മൾ ഓർക്കേണ്ടത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് 3-മത്തത്. ലക്ഷ്മി റാണി ഗൗരി ലക്ഷ്മിഭായി, പാർവതി റാണി ഗൗരി പാർവതിഭായി, സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ, അയലത്തെ ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ, മൂലം ശ്രീമൂലം തിരുനാൾ, സേതു ലക്ഷ്മിഭായി, ചിത്ര തിരുനാൾ. ഓക്കെ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. അപ്പോൾ ഈ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് 1729 വർഷം. തുടർച്ചയായി 29 വർഷ കാലഘട്ടമാണ് രാജാവ് ഭരിച്ചത്. അപ്പോൾ 29 58 അല്ലേ? നമുക്കത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1729 മുതൽ 29 വർഷം ചേർത്ത് 1758 ശരിയല്ലേ? ഇനി അടുത്തത് കാർത്തിക തിരുനാൾ വരുമ്പോൾ
58 മുതൽ 98 വരെയാണ്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, 40 വർഷം, നീണ്ട 40 വർഷമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചത്. അദ്ദേഹത്തിന് ധർമ്മരാജ എന്ന പേരുണ്ട്, കിഴവൻ രാജ എന്നൊരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യും. കിഴവൻ രാജ എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്രയും വാർദ്ധക്യം വരെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ കിഴവൻ രാജ എന്നറിയപ്പെടുന്ന, ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ ബാലരാമവർമ്മയുടെയാണ് അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു കാലഘട്ടം. അത് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തുടർച്ചയായ 40 വർഷമാണ്. അപ്പോൾ 29, 58 വരേക്കും മാർത്താണ്ഡവർമ്മ, 58, 40, 98 വരേക്കും ആരാണ്? ധർമ്മരാജയാണ്. ഇനി മൂന്നാമത്തത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, 98 സ്റ്റാർട്ട് ചെയ്യണത്. അത് നെക്സ്റ്റ് ഒരു റൗണ്ട് ഓഫ് നമ്പറാണ്. 98 കഴിഞ്ഞാൽ പിന്നെ 1798 കഴിഞ്ഞാൽ 1800കളിലോട്ട് വന്നു, 1810. അപ്പോൾ ഒരു റൗണ്ട് ഓഫ് നമ്പറിലാണ് അത് എൻഡ് ചെയ്യണത്. 1798 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1800കളിൽ ഒരു 10 വർഷം കൂടെ കൊടുക്കുക. 1810 മൂന്നാമത്തത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം. ഓക്കെ, അപ്പോൾ അവർ 3 പേരും, നമ്മൾ ആ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞ 3 പേരെ ഒരുമിച്ച് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അനി കാറിൽ ഔട്ടിങ്ങിന് പോയി. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729, 58. കാറ് കാർത്തിക തിരുനാൾ ബാലവർമ്മ. കാർത്തിക തിരുനാളിൻ്റെ കാലഘട്ടം 40 വർഷക്കാലമാണ്. 1758 മുതൽ 98 വരെ. മൂന്നാമത്താണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, 98 തൊട്ട് 1810 വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് ധർമ്മരാജയാണ്. ആരാണ്? കാർത്തിക തിരുനാളാണ്. ഏറ്റവും കുറച്ച് കാലം ഉണ്ടായിരുന്നത് 12 വർഷമാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ ആരാണ്? അവിട്ടം തിരുനാൾ. ഓക്കെ, അവർ 3 പേര് സെറ്റാണല്ലോ. അപ്പോൾ വർഷം എവിടെ എത്തി? 1729 തുടങ്ങി 1810 എത്തി കേട്ടോ കാലഘട്ടം. ഇനി നമുക്ക് അടുത്ത 3 പേര് നോക്കാം. ഈ ടൈമിലാണ് അടുപ്പിച്ച് 2 രാജ്ഞിമാർ, 2 വനിതകൾ തിരുവിതാംകൂർ ഭരിക്കുന്നത്. റാണി ഗൗരി ലക്ഷ്മിഭായ്, റാണി ഗൗരി പാർവതിഭായ്. അവർക്ക് ശേഷം ലക്ഷ്മിഭായിയുടെ മകനാണ് സ്വാതി തിരുനാൾ വരുന്നത്. അപ്പോൾ അമ്മയും വലിയമ്മയാണ് ഭരിക്കുന്നത്. അതിന് ശേഷമാണ് അദ്ദേഹം കുഞ്ഞായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ ഇവർ ഭരിക്കുന്നതാണ്. ഇവിടെ റീജൻ്റ് ഭരണമൊക്കെയാണ്. അപ്പോൾ ഈ 3 പേരുടെ കാലഘട്ടം ഓർക്കുമ്പോൾ ഗൗരി ലക്ഷ്മിഭായിയാണ് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ വരുന്ന ഒരു വനിത ഭരണാധികാരി എന്ന് പറഞ്ഞത്. 5 വർഷമാണ് കാലയളവ് ഉണ്ടായിരുന്നത്, 1810-15. അപ്പോൾ ഏറ്റവും 5 വർഷം, ജസ്റ്റ് 5 ഇയേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് പാർവതിഭായ് ഒരു 14 വർഷമുണ്ട്. അപ്പോൾ പാർവതിഭായിയുടെ കാലഘട്ടം 1815 മുതൽ അടുത്ത 14 വർഷം എന്ന് ഓർത്തു വയ്ക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കുന്ന ഒരു ക്ലൂ പറഞ്ഞു തരാം. 1729 നമ്മുടെ മാർത്താണ്ഡവർമ്മ തുടങ്ങി കൃത്യം 100 വർഷം കഴിഞ്ഞ് 1829 സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 29 വരെയായിരിക്കും തൊട്ട് മുന്നേയുള്ള റാണി ഗൗരി പാർവതിഭായി ഉള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. 1810 മുതലാണ് ഈ 3 പേര് സ്റ്റാർട്ട് ചെയ്യുക. 10-15 റാണി ഗൗരി ലക്ഷ്മിഭായി, പിന്നെ 29 സ്വാതി തിരുനാൾ വരും. അപ്പോൾ 15-29 റാണി ഗൗരി പാർവതിഭായി ഉള്ളത്. 1815 തൊട്ട് 1829 വരെ അവരുടെ വർഷം കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത 3 പേര് ആരൊക്കെയാണ്? ഉത്ര, അയലത്തെ, വിശാഖിനെ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോൾ ഉത്രം തിരുനാൾ, ആയില്യം തിരുനാൾ, വിശാഖം തിരുനാളാണ്. അപ്പോൾ 1829 തുടങ്ങുന്ന സ്വാതി തിരുനാൾ 1847 വരെയാണ് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം വരുന്നത് കേട്ടോ. 29 മുതൽ 46 വരെയാണ് സ്വാതി തിരുനാൾ ഭരിക്കുന്നത്. 1829 മുതൽ 1846 വരെ 17 വർഷത്തോളം സ്വാതി തിരുനാൾ ഭരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 47 നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുക 1847. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു 100 വർഷം മുൻപാണ് ഉത്രം തിരുനാളിൻ്റെ നമ്മുടെ മൂന്നാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യുക. 1847 മുതൽ 1860 വരെയാണ്. അപ്പോൾ അതൊരു റൗണ്ട് ഓഫ് നമ്പറിലാണ് എൻഡ് ചെയ്യുന്നത്. ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടം 1860 വരെയാണ്. വീണ്ടും ആയില്യം തിരുനാളും വീണ്ടും നമുക്ക് റൗണ്ട് ഓഫ് നമ്പറാണ്, 60-80 കൃത്യമായിട്ട് 80 വരെയാണ് ആയില്യം തിരുനാൾ. അടുത്തതും നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് 1880 തൊട്ട് 85 വരെ. വിശാഖം തിരുനാൾ 5 വർഷം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 5 വർഷം കണ്ടത് ആരാ? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. 1810 മുതൽ 15 വരെയായിരുന്നു. ഇവിടെ വിശാഖം തിരുനാളും അങ്ങനെ തന്നെയാണ്, 5 വർഷമാണ്, 880-85. അപ്പോൾ 847 1860 ഉത്രം തിരുനാൾ, 60-80 ആയില്യം തിരുനാൾ, 80-85 5 വർഷമാണ് വിശാഖം തിരുനാൾ വരുന്നത്. അടുത്ത ലാസ്റ്റ് റോയിലെ 3 പേരാണ് ശ്രീമൂലം തിരുനാളും സേതുലക്ഷ്മിബായും ചിത്ര തിരുനാളും. അവിടെ ശ്രീമൂലം തിരുനാൾ 1885 മുതൽ 1924 വരെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹമാണ്. കേരള ഹിസ്റ്ററിയിൽ നമ്മൾ എന്താണോ അറിയേണ്ട ഒരു വർഷമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് 1924. ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അപ്പോൾ 1924 വരെയാണ് നമ്മുടെ മൂലം തിരുനാളിൻ്റെ കാലഘട്ടം. 885 മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി.
ശ്രീമൂലം തിരുനാൾ കഴിഞ്ഞിട്ട് സേതുലക്ഷ്മി ബായി 24 അധികാരത്തിൽ വന്നു. സേതുലക്ഷ്മി ബായി ഉള്ള സമയത്താണ് വൈക്കം സത്യാഗ്രഹം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 24 സേതുലക്ഷ്മി ബായി തുടങ്ങിയിട്ട് 31 വരെയാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാം. 31 ഗുരുവായൂർ സത്യാഗ്രഹം. അത് നമ്മൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു വർഷമാണ് കേരള ഹിസ്റ്ററിയിൽ. അപ്പോൾ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവരുടെ മൂന്നുപേരുടെയും പേര് ഓർക്കാം. അതായത് നമ്മുടെ ലാസ്റ്റ് റോയിൽ പറഞ്ഞ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം 1885 മുതൽ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന വരെ 1924 വരെയാണെങ്കിൽ 24 തൊട്ട് ഗുരുവായൂർ സത്യാഗ്രഹം വരെയാണ്. അടുത്ത സേതുലക്ഷ്മി ബായി 31 വരെയാണ്. പിന്നെ ചിത്ര തിരുനാൾ 31 മുതൽ 1947 വരെയാണ് ചിത്ര തിരുനാൾ. 49 കേട്ടോ, 1949 വരെയാണ് ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, 1931 മുതൽ 1949 വരെ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഓർത്ത് പറഞ്ഞു നോക്കിക്കേ വർഷങ്ങൾ. 1729 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 1729 ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അടുത്ത 29 വർഷമാണ് 1758. 58 തുടങ്ങിയിട്ട് 1258 തൊട്ടിട്ട് അടുത്ത രാജാവ് ആരാണ് വരുന്നത്? അനി കാറിൽ. അപ്പോൾ കാറ് വെച്ചിട്ട് കാർത്തിക തിരുനാളാണ്. കാർത്തിക തിരുനാൾ എത്ര നാളാണ്? അപ്പോൾ നിങ്ങൾ മൈൻഡിലോട്ട് കൊണ്ടുവരേണ്ടത് ഇദ്ദേഹം കിഴവൻ രാജയാണ്. നീണ്ട 40 വർഷം ഭരിച്ച രാജാവാണ്. അടുത്ത 40 വർഷമാണ് 1798. മൂന്നാമത്തത് അനി കാറിൽ ഔട്ടിങ്ങിന് പോയി. ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ അവിട്ടം തിരുനാളാണ്. അവിട്ടം തിരുനാൾ 98 മുതൽ ഞാൻ പറഞ്ഞത് റൗണ്ട് ഓഫ് നമ്പർ ആണ് അല്ലേ? ആ റൗണ്ട് ഓഫ് നമ്പർ ഏതാണ്? 1810 ആണ്. 1810. അടുത്ത റോയിലുള്ള 3 പേരാണ് ആരൊക്കെയാണ്? ലക്ഷ്മി, പാർവതി, സ്വാതിയുമാണ് വരുന്നത് അല്ലേ? ലക്ഷ്മി ബായി എന്ന് പറയുമ്പോൾ 1810 മുതൽ നമ്മൾ പറഞ്ഞു 5 വർഷമാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. 1815 പിന്നെയുള്ളത് പാർവതി ഭായി 15 മുതൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം വരെയാണ്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം എവിടെ നിന്നാണ് തുടങ്ങണേ? കൃത്യം ഇവിടെ നിന്ന് 100 വർഷം കഴിയുമ്പോഴാണ് സ്വാതി തിരുനാൾ തുടങ്ങുന്നത്. 1829 ആ 29 വരെയാണ് ആരുണ്ടായിരുന്നത്? പാർവതി ഭായി ഉണ്ടായിരുന്നത്. 1829 മുതൽ സ്വാതി തിരുനാൾ അദ്ദേഹം എത്ര നാളാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്? സ്വാതി തിരുനാളിൻ്റെ വർഷം നിങ്ങൾക്ക് ഓർക്കണമെങ്കിൽ സ്വാതി കഴിഞ്ഞിട്ട് ഉത്തരം തിരുനാൾ തുടങ്ങുന്നത് ഇൻഡിപെൻഡൻസ് 100 വർഷം മുന്നേ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സ്വാതി തിരുനാളിൻ്റെ വർഷം വരുന്നത് 1829 മുതൽ 1846 വരെയാണ്. അത് കഴിഞ്ഞിട്ട് 47 ഇൻഡിപെൻഡൻസ് 100 വർഷം മുന്നേ 47 നമ്മൾ അടുത്തത് തുടങ്ങുന്നത്. 1847 ഉത്തരം തിരുനാൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് എൻഡ് ചെയ്യുന്നത് ഒരു റൗണ്ട് ഓഫ് നമ്പർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഉത്തരം തിരുനാളിൻ്റെ വരുന്നത് 1860 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 47 മുതൽ 60 വരെയാണ് സ്വാതി തിരുനാൾ വരുന്നത്. സ്വാതി തിരുനാളല്ല, ഉത്തര തിരുനാൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അയലം തിരുനാൾ അടുത്ത റൗണ്ട് ഓഫ് നമ്പർ 60 മുതൽ 1880 വരെയാണ്. വിശാഖിനെ കൂട്ടി അപ്പോൾ വിശാഖം തിരുനാൾ വീണ്ടും 5 വർഷമാണ്. 1885 ലാസ്റ്റ് റോയിൽ വന്നിട്ട് മൂലം തിരുനാളാണ്. മൂലം തിരുനാൾ വരുമ്പോഴേക്കും 1885 മുതൽ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന വരെ 924 വരെ. 924 തൊട്ട് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്ന വരെ 31 വരെ സേതുലക്ഷ്മി ബായിയാണ്. 31 തൊട്ട് 49 വരെ ചിത്ര തിരുനാളാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഇയറും കൃത്യമായിട്ട് ഓർത്തെടുക്കാം. ഇങ്ങനെ അവരുടെ ഓർഡറും കൃത്യമായിട്ട് ഓർത്തെടുക്കാം. ഇനി ഇങ്ങനെ ഇയർ കൃത്യമായിട്ട് ഓർത്തെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിനേഷന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുളച്ചിൽ യുദ്ധത്തിൻ്റെ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാണ്? 1741. അപ്പോൾ ഏത് രാജാവാണ് കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയെന്ന് ഒരു ചോദ്യം വന്ന 1741 ആരാ ഭരിച്ചിരുന്നത്? അപ്പോൾ നമ്മൾ ടൈം ലൈൻ വെച്ചിട്ട് ഓർക്കാം. 1729 മുതൽ 1758 വരെ ആരാ ഉണ്ടായിരുന്നത്? മാർത്താണ്ഡവർമ്മയായിരുന്നു. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? മാർത്താണ്ഡവർമ്മയാണ് കുളച്ചിൽ യുദ്ധം ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1729 മുതൽ 58 വരെയുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കുളച്ചിൽ യുദ്ധം നടന്നത്. ഇനി ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം 1789 വർഷം. 789 നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം അല്ലെ? 1789. അപ്പോൾ ഇത് ഏത് രാജാവിൻ്റെ കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചത് 789. അപ്പോൾ നമ്മുടെ ടൈം ലൈൻ വെച്ച് നമുക്ക് പറയാം അല്ലേ? അടുത്ത് 58 മുതൽ 1798 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്കാണ് 89 തന്നെ. അങ്ങനെ നമുക്ക് ധർമ്മരാജയിലോട്ട് വരാൻ പറ്റും. ഇനി കുണ്ടറവിളംബരത്തിൻ്റെ വർഷം മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണമെന്നാണ്. 1809. 1809 കുണ്ടറവിളംബരം എന്ന് പറയുമ്പോൾ തന്നെ ആരുടെ പേരാണ് നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത്? ആരാണ് കുണ്ടറവിളംബരം നടത്തിയത്? കുണ്ടറവിളംബരം എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കേണ്ടത് വേലുത്തമ്പി ദളവനെയാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. വേലുത്തമ്പി ദളവ ഏത് രാജാവിൻ്റെ ദിവാനായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ 1809 കാലഘട്ടം.
അപ്പോൾ അത് ആരാണ് ഭരിച്ചിരുന്നത് 1809? 1798 മുതൽ 1810 വരെ മൂന്നാമത്തത് അവിട്ടം തിരുനാളായിരുന്നു. അപ്പോൾ അശക്തനായ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ. അദ്ദേഹത്തിൻ്റെ ശക്തനായ ദിവാനായിരുന്നു നമ്മുടെ വേലുത്തമ്പി ദളവ. അപ്പോൾ 1809 വേലുത്തമ്പി ദളവ, അവിട്ടം തിരുനാൾ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാം. ഇനി തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വർഷവും ആളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. 1812 അടിമക്കച്ചവടം അവസാനിപ്പിക്കുന്നത്, 12. അപ്പം 1810 മുതൽ 15 വരെ ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അപ്പോൾ ഗൗരി ലക്ഷ്മിബായി ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെയാണ്. തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായി എന്നുള്ള പോയിന്റ്. ഓക്കെ. അതുപോലെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഇപ്പോഴും ഈ അടുത്തിടെ എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ റാണി ഗൗരി പാർവതി ഭായി ആണ്. വർഷം 1817. അപ്പോൾ ഈ 2 വർഷവും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. 1812 നമ്മുടെ ലക്ഷ്മിബായിയുടെ സമയത്ത് അടിമക്കച്ചവടം അവസാനിപ്പിച്ചു. ഓക്കെ, 2 പേരുടെ സൈഡിൽ നിന്നുള്ള ഓരോ നല്ല കാര്യങ്ങളാണ് അല്ലേ. അടിമക്കച്ചവടം അവസാനിപ്പിച്ച ലക്ഷ്മിബായി 1812. തൊട്ടടുത്ത് പഠിക്കേണ്ടത് അടുത്തായിട്ട് വന്ന റാണി ഗൗരി പാർവതി ഭായിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ചത് 1817. ഇനി തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ 1834 ആരംഭിച്ചു. 37 വാനനിരീക്ഷണ കേന്ദ്രം, 36 ആദ്യത്തെ സെൻസസ് വന്നു. ഇതൊക്കെ ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ് ഇംഗ്ലീഷ് സ്കൂൾ വന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം വന്നത്. പിന്നെ നമ്മുടെ ആദ്യത്തെ സെൻസസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ അല്ല, ആദ്യത്തെ സെൻസസ് 1836 നടക്കുമ്പോഴും സ്വാതി തിരുനാളായിരുന്നു അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സിലബസിൽ. ഇവരൊക്കെ ജനിച്ച വർഷം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ച സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇവരുടെ ജനനവർഷം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 1856 ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവർഷം, 53 ചട്ടമ്പി സ്വാമിയുടെ ജന്മവർഷം. അപ്പോൾ ഈ സമയത്ത് ഈ 53, 56 കാലഘട്ടത്തിലൊക്കെ ആരായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവിടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടൈം വെച്ച് കണക്ട് ചെയ്താലും നമുക്ക് പറയാൻ പറ്റും. ഉത്രം തിരുനാളാണ്. 1859 തിരുവനന്തപുരത്ത് മൃഗശാല, അതുപോലെ അവിടെ ഉദ്യാനം വരുന്നു. ഇതൊക്കെ ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. തിരുവനന്തപുരത്ത് 1857 മ്യൂസിയം വരുമ്പോഴും ഉത്രം തിരുനാളാണ്. നേപ്പിയർ മ്യൂസിയം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ആദ്യം ഒരു മ്യൂസിയം വന്നിട്ട് പിന്നീട് വേറൊരു ബിൽഡിങ്ങിലോട്ട് മാറ്റി നേപ്പിയർ മ്യൂസിയം വരുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നത് ആയില്യം തിരുനാളാണ് കേട്ടോ, 1880. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലാണ് ഉത്രം തിരുനാളാണ് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഈ ഒരു ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു ഇവരുടെ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, ഓർത്ത് വെച്ചോളണം ഉത്രം തിരുനാളാണ്. ഇനി പണ്ടാരപ്പാട്ട വിളംബരം എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പണ്ടാരപ്പാട്ട വിളംബരത്തിൻ്റെ വർഷം 1865 ആയില്യം തിരുനാളാണ്. 60 മുതൽ 80 വരെ അല്ലേ ആയില്യം തിരുനാളാണ്. പണ്ടാരപ്പാട്ട വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. 67 ജന്മി കുടിയാൻ വിളംബരം അഥവാ കാണപ്പാട്ട വിളംബരം നടക്കുമ്പോഴും ആയില്യം തിരുനാളാണ്. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരവും അതുപോലെ ജന്മി കുടിയാൻ വിളംബരവും നടക്കുമ്പോൾ ആയില്യം തിരുനാളാണെന്നുള്ള ഓർത്ത് വെച്ചേക്കുക. പുനലൂർ തൂക്കുപാലം 1877. അപ്പോൾ 80 വരെയുള്ളതെല്ലാം തന്നെ നിങ്ങൾ ആ ടൈം ലൈൻ വെച്ച് നിങ്ങൾക്ക് ഓർത്തെടുക്കാം. പുനലൂർ തൂക്കുപാലം വരുമ്പോഴും 1877 ആയില്യം തിരുനാളാണ് തിരുവിതാംകൂർ ഭരണാധികാരി. നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തതും ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് 1869. അപ്പോൾ ആയില്യം തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കാവുന്നതാണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865, ജന്മി കുടിയാൻ 67, 77 പുനലൂർ തൂക്കുപാലം, സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത 1869. ഈ 4 കാര്യങ്ങൾ നടക്കുമ്പോൾ ആയില്യം തിരുനാളായിരുന്നു ഭരണാധികാരി. ഇനി 1887 തിരുവിതാംകൂറിൽ ഹൈക്കോടതി വരുമ്പോൾ വിശാഖം തിരുനാളായിരുന്നു. ഓർത്ത് വെച്ചോളാം, ഹൈക്കോടതി വന്നത് വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരായിരുന്നു സ്റ്റാർട്ടിംഗ് ടൈമിൽ 1924 ശ്രീമൂലം തിരുനാളായിരുന്നു. അതുപോലെ ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും 2 നിവേദനവും സമർപ്പിക്കുന്നത് ശ്രീമൂലം തിരുനാളിനാണ്. ആ 2 വർഷവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ. അതുപോലെ 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ വർഷമൊക്കെ ചോദിക്കാറുള്ളതാണ്. ആ സമയത്തൊക്കെയും ശ്രീമൂലം തിരുനാളാണ്, ശ്രീമൂലം തിരുനാൾ. പിന്നെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ നമുക്ക് സേതുലക്ഷ്മി ബായിയാണ് തിരുവിതാംകൂറിൽ. ആ സമയത്ത് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സേതുലക്ഷ്മി ബായി തമ്പുരാട്ടി ഗാന്ധിജി മീറ്റ് ചെയ്യുന്നുണ്ട്. ഗാന്ധിജിയുടെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള സന്ദർശനം നടക്കുന്നതിൻ്റെ 100ാം വാർഷികമായിരുന്നു 2025. ആ സമയത്തൊക്കെ ആരായിരുന്നു? സേതുലക്ഷ്മി ബായി ആയിരുന്നു. 1925 എന്നുള്ളത് സേതുലക്ഷ്മി ബായിയുടെ ടൈം പീരീഡ് ആണെന്ന് ഓർത്തോളാം.
അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധനം കൊണ്ടുവന്നിട്ടുള്ളത് സേതുലക്ഷ്മിബായിയാണ്. അപ്പോൾ 3 വനിതാ ഭരണാധികാരികളെ പറ്റിയിട്ട് ഓരോ ചോദ്യമുണ്ട്. അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് ലക്ഷ്മിബായിയാണ്. പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുന്നത് ഗൗരി പാർവതിഭായിയാണ്. മൃഗബലി നിരോധനം സേതുലക്ഷ്മിബായിയാണ്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1936 ക്ഷേത്രപ്രവേശന വിളംബരം മസ്റ്റായിട്ടും പഠിക്കേണ്ട ഇയർ ആണ്. അത് ലാസ്റ്റ് ചിത്ര തിരുനാളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു കാലഘട്ടം ഏതൊക്കെയാണെന്ന് ഓർത്തെടുക്കാനും അവരുടെ പേര് ഒരു ഓർഡറിൽ പറയാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ചില വർഷങ്ങൾ, ആ വർഷങ്ങളിൽ തിരുവിതാംകൂർ ഭരിച്ചത് ആരൊക്കെയാണെന്നുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. 1936 തിരുവിതാംകൂറിൽ PSC സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴും ചിത്ര തിരുനാളാണ്. 37 തിരുവിതാംകൂർ സർവകലാശാല വരുന്നു. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഈ സമയത്തൊക്കെ തന്നെയും ചിത്ര തിരുനാളായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് നമുക്ക് ഒന്നുകൂടെ പറയാം. അനി കാറിൽ ഔട്ടിങ്ങിന് പോയി. അനിഴൻ തിരുനാൾ 1729, 1758. അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. കാർത്തിക തിരുനാൾ കിഴവൻ രാജ്യമാണ്, 40 വർഷം. ധർമ്മരാജ്യം 1798 വരെ. ഔട്ടിങ്ങിന് പോയി എന്ന് പറയുമ്പോൾ 1798 തൊട്ട് അവിട്ടൻ തിരുനാൾ 1810 വരെ. അടുത്ത ലൈനിലുള്ള 3 പേര് ഗൗരി പാർവതി സ്വാതി. ഗൗരി ലക്ഷ്മിബായി 10, 15. ഗൗരി പാർവതിബായി 15 മുതൽ സ്വാതി തിരുനാൾ സ്റ്റാർട്ട് ചെയ്യണം 1829 വരെ. 1829 തൊട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികത്തിന് മുന്നേ വരെ, അതായത് 1846 വരെയാണ് സ്വാതി തിരുനാൾ. അടുത്ത 3 പേര് ഉത്രം തിരുനാൾ, ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ. 1847 മുതൽ 1860 വരെ ഉത്രം തിരുനാൾ. 1860-80 നമ്മുടെ ആയില്യം തിരുനാൾ. പിന്നെ വെറും 5 വർഷമാണ് വിശാഖ തിരുനാൾ ഉണ്ടായിരുന്നത്, 80-85. ആൻഡ് നമ്മുടെ ലാസ്റ്റ് റോ വന്നിട്ട് ശ്രീമൂലം തിരുനാൾ 1885 മുതൽ ശ്രീമൂലം തിരുനാളാണ്. മൂലം സേതുലക്ഷ്മിബായിയാണ്. അപ്പോൾ ശ്രീമൂലം തിരുനാൾ 1924 വരെ, വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന വരെയാണ്. 24 തൊട്ട് 1900 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സ്റ്റാർട്ടിങ് വരെ, 31 വരേക്കും ആരാണ് നമ്മുടെ സേതുലക്ഷ്മിബായി. അത് കഴിഞ്ഞിട്ട് 31 തൊട്ട് 1949 വരേക്കും ചിത്ര തിരുനാൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ ഇത്രയും വർഷങ്ങൾ ടൈം ലൈൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് ചോദിച്ചാൽ 65. അപ്പോൾ അതാ ഇവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ആയില്യം തിരുനാൾ. ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി 53, 56 പറയുമ്പോൾ കൃത്യമായിട്ട് ഇതാ ഇവിടെ നമുക്ക് ഉത്രം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ ഉണ്ട് 1924 നമ്മുടെ മൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ അതുപോലെ തന്നെ ഈഴോ മെമ്മോറിയൽ രണ്ടും ഇവിടെയാണ് അല്ലേ, ശ്രീമൂലം തിരുനാൾ. പിന്നെ മൃഗബലി നിർത്തിയത് നമ്മുടെ സേതുലക്ഷ്മിബായി. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും 25 ഉള്ളത് സേതുലക്ഷ്മിബായിയാണ്. പ്രൈമറി വിദ്യാഭ്യാസം ഗൗരിബായി, അതുപോലെ തന്നെ അടിമക്കച്ചവടം നമ്മുടെ ഗൗരി ലക്ഷ്മിബായി. പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതിബായി. ഓക്കെ, പിന്നെ കുണ്ടറ വിളംബരം 1809 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ആ ഒരു ടൈം ലൈൻ വെച്ചിട്ട് ഇതാ 3ാമത്തെ ആൾ ആരാണ്, അനിക്കാറിൽ ഔട്ടിങ്ങിന് പോയി അവിട്ടൻ തിരുനാൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് വരുമ്പോൾ ആരാണ് ഭരിച്ചിരുന്നതെന്നും അവരുടെ കൃത്യമായിട്ടുള്ള കാലഘട്ടവും അവരുടെ പേരും കൂടെ. അപ്പോൾ പേരിൻ്റെ ഓർഡർ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞോളൂ. അനി കാറിൽ ഔട്ടിങ്ങിന് പോയി. അനിഴൻ തിരുനാൾ, കാർത്തിക തിരുനാൾ, അവിട്ടൻ തിരുനാൾ. ഗൗരി ലക്ഷ്മി പാർവതി സ്വാതി കൂടെ പോയി, ലക്ഷ്മിബായി, പാർവതിബായി, സ്വാതി തിരുനാൾ. അയലത്തെ വിശാഖിനെ കൊണ്ടുവന്ന് ഉത്രം തിരുനാൾ, ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ. ആൻഡ് ലാസ്റ്റത്തത് മൂലം സേതു ചിത്ത പറഞ്ഞു അല്ലേ, ശ്രീമൂലം തിരുനാൾ, സേതുലക്ഷ്മിബായി, ചിത്ര തിരുനാൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, 2-3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെറ്റാവും. പിന്നെ ഇത്രയും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത്രയും വർഷങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സെൽഫായിട്ടൊന്ന് എഴുതി നോക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾ തന്നെ സെൽഫായിട്ട് പേരെഴുതി അവരുടെ ഇയർ എഴുതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളും കൂടെ എഴുതി ഒരു ടേബിൾ പോലെ സെറ്റാക്കിയ ഈ പാർട്ട് സെറ്റായിരിക്കും. അപ്പോൾ തിരുവിതാംകൂറിലെ ഇത്രയും രാജാക്കന്മാരുടെ അവരുടെ പേരിൻ്റെ ഓർഡറും അവരുടെ കാലഘട്ടവും പിന്നെ ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇങ്ങനെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇവരുടെ കാലഘട്ടം വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിൻ്റെ ഓർഡർ ചോദിച്ചാലും ഓരോ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് നടക്കുമ്പോൾ ആരായിരുന്നു ഭരിച്ചതെന്ന് ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം.
അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻസിലൂടെ അറിയിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ആ കോഡൊക്കെ വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ പേര് എഴുതി നോക്കുക, അവരുടെ കാലഘട്ടം എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ എവൻസും നടന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്നും കൂടെ ഒന്ന് എഴുതാനായിട്ട് സ്വയം ഒന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് സെറ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻസിൽ അറിയിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ മാതിരി ടേബിൾ സെറ്റാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും